ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം നമ്മുടെ ഒരു ബൈക്കിൻ്റെ റിവ്യൂ ആയിട്ട് വന്നേക്കാണ്. നിങ്ങൾക്കിപ്പോൾ കാണാം, എൻ്റെ സ്വന്തം സ്ക്രാംബ്ലർ 400X ആണ് 2025 മോഡൽ. അപ്പോൾ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിരിക്കുന്ന ഒരു 350cc അല്ല, ഇതിപ്പോൾ നമ്മുടെ ഒരു ലിമിറ്റഡ് എഡിഷനിലേക്ക് മാറാൻ പോകുന്ന ആ ഒരു 399cc ഒരു കിടിലൻ എഞ്ചിനായിട്ടുള്ള ഒരു ബൈക്കാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് ഓടിച്ച് ഈ ബൈക്കിനെ നന്നായിട്ട് അറിഞ്ഞതിന് ശേഷം ഒരു ഓണർഷിപ്പ് റിവ്യൂ ആയിട്ട് വരാമെന്ന് കരുതിയിരുന്നായിരുന്നു. സോ here it is, most awaited ownership review of my Scrambler 400X. most awaited എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണ് കേട്ടോ വെയിറ്റ് ചെയ്തത്. wow, that's an RD350. സോ നമുക്ക് ഈ ഒരു ബൈക്കിൻ്റെ വിശേഷങ്ങളിലേക്ക് എടുക്കാം. പക്ഷേ ലിമിറ്റഡ് എഡിഷൻ എന്ന് പറയുമ്പോൾ ഒരു കാര്യം പറയാനുണ്ട്. ഇന്നലെ ഇപ്പോൾ ഞാൻ ഈ ട്രാക്കർ 400ൻ്റെ ലോഞ്ചിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറയുന്നത് 100,000 ബൈക്സ് ഈ ഒരു 400cc അവർ വിറ്റിട്ടുണ്ടെന്നാണ്. അപ്പോൾ മാക്സിമം സ്പീഡായിരിക്കും. അതുപോലെ തന്നെ സ്ക്രാംബ്ലറും വിറ്റിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് അവർ ഇറക്കിയത് സ്പീഡ് 400 ആയിരുന്നു, അതിനുശേഷം സ്ക്രാംബ്ലർ 400 ഇറക്കി, അതിനുശേഷം സ്പീഡ് T4 ഇറക്കി, പിന്നീട് ഒരു ത്രെക്സ്റ്റൺ ഇറക്കി, അതിനുശേഷമാണെന്ന് തോന്നുന്നു 400XC ഇറക്കി, അല്ല അതിന് മുൻപ് 400XC ഇറക്കി. പിന്നീട് ഇതിപ്പോൾ ലാസ്റ്റായിട്ട് നമുക്കിപ്പോൾ ആ ഒരു ട്രാക്കർ 400 എന്ന് പറയുന്ന ഒരു ബൈക്ക് അവർ ഇറക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എല്ലാത്തിൻ്റെയും അവർ ആ ഒരു എൻജിൻ്റെ ഒരു സ്ട്രോക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു പവർ വ്യത്യാസം, ഒരു 2 bhp പവർ കുറച്ചിട്ട് ആണ് ഇപ്പോഴത്തെ എല്ലാ ബൈക്സും ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ പഴയ മോഡൽസിൽ നിന്ന് 2 bhp. ഇപ്പോൾ ഈ ഒരു ബൈക്ക് എടുക്കുകയാണെങ്കിൽ ഇതൊരു 40 bhp ആയിരുന്നത് ഇപ്പോൾ ഒരു 38 പക്ഷേ 37.5 Nm ഉണ്ടായിരുന്ന ഒരു ടോർക്ക് 32 അതൊരു 5.5 ഒക്കെ കുറഞ്ഞിട്ടുണ്ട്. അതപ്പോൾ ഒരു ഭയങ്കരമായിട്ടുള്ള ഡിഫറൻസ് ആയിട്ട് തോന്നുന്നു. പക്ഷേ റിയൽ വേൾഡിൽ ഓടിക്കുന്നവർക്ക് വലിയ ഡിഫറൻസ് ഒന്നും പവർ ഫിഗേഴ്സിൽ തോന്നുന്നില്ല എന്നാണ് ഒരു നമുക്ക് കിട്ടിയിരിക്കുന്ന റിവ്യൂ കേട്ടോ. ഞാൻ ഓടിച്ചിട്ടില്ല ഒരു ബൈക്ക്, അതിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് ഒന്നും സ്റ്റാർട്ടായിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തന്നതാണ് ഇപ്പോഴത്തെ ഒരു പുതിയ ബൈക്സിൻ്റെ കാര്യത്തിൽ. പക്ഷേ എനിക്ക് തോന്നുന്നത് ആ ഒരു ബൈക്കിൻ്റെ ഡിഫറൻസ് വരാൻ പോകുന്നത് ഒരു പിലിയണിയൊക്കെ വെച്ചിട്ട് ഒരു റൈഡൊക്കെ പോകുമ്പോഴായിരിക്കും, മേ ബി ഒരു കയറ്റമൊക്കെ കയറുമ്പോഴായിരിക്കും ആ ഒരു ഡിഫറൻസ് അറിയാൻ പോകുന്നത്. പിന്നെ ഓഫ് കോഴ്സ് ഇപ്പോൾ സ്ക്രാംബ്ലറിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ സ്ക്രാംബ്ലർ 400ൻ്റെ കേസ് സ്പെഷ്യലി നമ്മൾ നോക്കുകയാണെങ്കിൽ സ്പീഡിനെ അപേക്ഷിച്ച് ഇത് ഈ ഒരു ബൈക്കിലൊക്കെ സ്പീഡിൻ്റേത് അതിൻ്റെ ഒരു ഫ്രണ്ട് സ്പ്രോക്കറ്റ് 15 tooth ആയിരുന്നെങ്കിൽ ഇതിൻ്റെ 14 tooth ആണ്. അപ്പോൾ ആ ഒരു വ്യത്യാസങ്ങളൊക്കെയാണ് ഇവർ ചെയ്തേക്കുന്നത്. അതായത് ഇപ്പോൾ അതുപോലെ ത്രെക്സ്റ്റണിലേക്ക് വന്നപ്പോൾ അവർ കുറച്ചുകൂടി ഒന്ന് റീ എഞ്ചിനീയർ ചെയ്തിട്ട് അതിൻ്റെ റിയർ സ്പ്രോക്കറ്റിൻ്റെ സൈസ് കുറച്ചിട്ടുണ്ടായിരുന്നു. അതായത് കുറച്ചുകൂടി ഒരു ലോ ടോപ്പ് എൻഡ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ബൈക്കിൽ കുറച്ചുകൂടി ഒരു ഇനീഷ്യൽ പഞ്ചും അതുപോലെ ഒരു ബെറ്റർ മിഡ് റേഞ്ചൊക്കെയാണ് കിട്ടുന്നത് സ്പീഡിനെ അപേക്ഷിച്ചിട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ടെസ്റ്റ് റൈഡ് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു 2 വർഷങ്ങൾക്ക് മുൻപ് ഇതുവരെ ഇറങ്ങിയ സമയത്തൊക്കെ. അപ്പോൾ അന്നേരം എനിക്ക് തോന്നിയ ഒരു ചെറിയൊരു ടെസ്റ്റ് റൈഡ് ചെയ്തപ്പോൾ കിട്ടിയ ഒരു ഇംപ്രഷനും ഇപ്പോൾ ഉള്ളൊരു ഇംപ്രഷനും നമ്മൾ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാം. എനിക്ക് ഇതിലുള്ള കുറേ നെഗറ്റീവ്സ് ഉണ്ട്, പോസിറ്റീവ്സ് ഉണ്ട്, ആ ഒരു കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. ഇതിൻ്റെ ഒരു ലുക്സിലേക്ക് ഫസ്റ്റ് വരുവാണെങ്കിൽ ഭയങ്കര ഒരു ടോളർ സ്റ്റാൻഡ്സ് നമുക്ക് ഫീൽ ചെയ്യും സ്പീഡിനൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അതിൻ്റെ റിയർ ടയേഴ്സും ആ സീറ്റിൻ്റെ ഇടയ്ക്കുള്ള ആ ഒരു ഗ്യാപ്പൊക്കെ നിങ്ങൾക്ക് കാണാം. ബ്യൂട്ടിഫുൾ ആണ് ശരിക്കും ഒരു ടോളർ സ്റ്റാൻഡ്സ്. ഒരു സ്ക്രാംബ്ലർ എങ്ങനെയാണോ വേണ്ടത് അതുപോലെ തന്നെയാണ് ഇരിക്കുന്നതെന്ന് നമുക്കൊരു ഫീൽ വരും. അപ്പോൾ ആ ഒരു സൈഡ് ഫെൻഡറിലുള്ള ഒരു പ്ലേറ്റ് ഒക്കെ ഉണ്ട്, ആ ഒരു മെറ്റൽ പ്ലേറ്റ് ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഇതിൻ്റെ ആ ഒരു ക്യാരക്ടറിന് ശരിക്കും ഒന്ന് കോംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ടത്. ഇത് ഇതിൻ്റെ ഒരു സറ്റൈൻ ലാവ റെഡ് എന്ന് പറയുന്ന ഒരു പുതിയ കളറുണ്ട്. പുതിയ കളർ മീൻസ് ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു ഗ്ലോസി റെഡ് മാറിയിട്ട് പിന്നീട് ഇറങ്ങിയ ഒരു കളറാണിത്. ബ്യൂട്ടിഫുൾ ആണിത്, നല്ല രസമുണ്ട്, നല്ല ഫിനിഷാണ്. പിന്നെ ട്രയംഫിൻ്റെ ഫിനിഷിൻ്റെ കാര്യം പറയണ്ടല്ലോ, ഇവരെ ഫിറ്റ് ആൻഡ് ഫിനിഷ് ആൻഡ് ഇവരുടെ ഒരു അറ്റൻഷൻ ടു ഡീറ്റെയിൽ ഭയങ്കര രസമാണ്. നല്ല ഡീസൻ്റായിട്ട് ഇവർ ഇതിൻ്റെ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് നെഗറ്റീവ്സ് പറഞ്ഞു തുടങ്ങാം അല്ലേ. അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ചെറിയ ഷോർട്ട് വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഒരു ഹെഡ് ലാമ്പിൻ്റെ ത്രോ വളരെ മോശമാണെന്നുള്ളൊരു കാര്യം. അതിപ്പോഴും സെയിം തന്നെ ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിലൊരു ഗ്രില്ല് വന്നേക്കുന്നത് ബ്യൂട്ടിഫുൾ ആണ്, അതിന് കുറച്ച് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു ഗ്രില്ല് വന്നേക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു കുറേ ഷെയ്ഡ്, നമുക്ക് ഒരു ലൈറ്റിൻ്റെ ഷെയ്ഡ് വരുന്നുണ്ട് നമ്മൾ രാത്രിയൊക്കെ ഓടിക്കുമ്പോൾ. അതല്ലെങ്കിൽ കൂടെ ഇതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി, ഒരു LED ലാംപ്സിൻ്റെ ഇൻറ്റൻസിറ്റി വളരെ കുറവാണ്. കാണാനൊക്കെ ഭംഗിയുണ്ട്. ഞാൻ സ്വിച്ച് ഓൺ ചെയ്ത് കാണിച്ചു തരാം. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ലോ ബീം പിന്നെ ഒരു ഹൈ ബീമൊക്കെ ഓൺ ആവും. അത് രസമുണ്ട്. നമുക്ക് പിന്നെ ഈ DRL മാത്രം ഇട്ടിട്ട് ഓടിക്കാട്ടോ. ഇങ്ങനത്തെ ഈ ഒരു ലൈറ്റ്സ് മാത്രമല്ല, ഇതിൻ്റെ ഈ ഒരു സൈഡിലുള്ള ലൈറ്റ്സ് കൂടി ഓണായിട്ട് ഈ ഒരു ആർച്ച് പോലത്തെ ഒരു DRL ഓണായിട്ട് ബ്യൂട്ടിഫുൾ ആണ് കാണാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ഒരു DRL ഓണായിട്ട് നമ്മൾ ഹെഡ് ലാമ്പ് ഓൺ ചെയ്യുകയാണെങ്കിൽ ദിസ് ഈസ് ലോ ബീം, ദിസ് ഈസ് ഹൈ ബീം. ഹെഡ് ലാമ്പ് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു DRLസും ഈ ഒരു ചെറിയ പൊസിഷൻ ലാമ്പുമായിട്ട് നമുക്ക് ഓടിച്ചുകൊണ്ട് കിടക്കാം. അതിൻ്റെ സെൻറ്ററിൽ ട്രയംഫിൻ്റെ ഒരു ലോഗോ വരുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത് അറ്റൻഷൻ ടു ഡീറ്റെയിൽ ബ്യൂട്ടിഫുൾ ആണെന്ന് പറഞ്ഞത്. അപ്പോൾ അതായിരുന്നു അതിൻ്റെ ഫസ്റ്റ് പ്രശ്നം നമുക്ക് പറയാനുള്ളത്, ഈ ഒരു ഹെഡ് ലാമ്പിൻ്റെ
ഒരു ക്വാളിറ്റി വളരെ മോശമാണ്, അതായത് അതിൻ്റെ ഒരു ലൈറ്റ് ഇൻറ്റൻസിറ്റി കുറവാണ്. അതുപോലെ ഇതിനൊരു സ്റ്റോളിംഗ് ഇഷ്യൂ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നീട് ട്രയംഫ് ക്ലെയിം ചെയ്യുന്നുണ്ടായിരുന്നു അത് ECU അപ്ഡേറ്റ് ഒക്കെ ചെയ്തിട്ട് മാറ്റിയിട്ടുണ്ടെന്ന്. പക്ഷേ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് എക്സ്പീരിയൻസ് ചെയ്യാറുണ്ട് ഇതിൻ്റെ ഒരു സ്റ്റോളിംഗ് ഇഷ്യൂ. ചിലപ്പോൾ നമ്മൾ സെക്കൻഡിലും തേർഡ് ഗിയറിലൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈസി ആയിട്ട് പുൾ ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും, നമുക്ക് ഡൗൺ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് കരുതുന്ന ഒരു സിറ്റി റൈഡിൽ തന്നെ പെട്ടെന്ന് അത് നോക്കായി ഓഫായി പോകാറുണ്ട്. നോക്കായിട്ടല്ല, പെട്ടെന്നൊന്ന് ഒരു കട്ട് ഡൗൺ ആവുന്ന ഒരു ഫീലുണ്ട്, ഫ്യൂവൽ കട്ട് ഡൗൺ ആവുന്ന. അപ്പോൾ ഒരു ECUവിൻ്റെ പ്രശ്നം തന്നെ ആയിരിക്കും. പുതിയ 400s ഞാൻ കേട്ടു, മീൻസ് ആ 350s അവരെന്തോ ഈ TVSൻ്റെ ഗ്ലൈഡ് ത്രൂ ടെക്നോളജി പോലെ എന്തോ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ സിറ്റി റൈഡിൽ കുറച്ചുകൂടി ഒന്ന് RPM കയറിയായിരിക്കും നിൽക്കുന്നത്, അതുകൊണ്ട് സ്റ്റോളിംഗ് ഇഷ്യൂ ഉണ്ടാവാറില്ല എന്നൊക്കെ പറയുന്നു. പക്ഷേ ഇപ്പോൾ അതൊരു ടെസ്റ്റിംഗ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നമുക്ക് ഓൺ റോഡ് എന്താണ് അതിൻ്റെ ഒരു സംഭവം എന്ന് അറിയാറായിട്ടില്ല. എന്തായാലും എനിക്ക് സ്റ്റോളിംഗ് ഇഷ്യൂ പലപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. അതായിരുന്നു ഞാൻ പറഞ്ഞ അന്നത്തെ ഒരു രണ്ടാമത്തെ പ്രോബ്ലം. അടുത്തതായി ഞാൻ പറഞ്ഞ പ്രശ്നങ്ങൾ, ഒന്ന് ഇതിൻ്റെ ഒരു ഫ്യൂവൽ ഗേജ് ആക്യുറേറ്റ് അല്ല എന്നുള്ളതായിരുന്നു. പക്ഷേ എനിക്കിപ്പോൾ റിയൽ വേൾഡിൽ നോക്കുമ്പോൾ അത്ര വലിയൊരു പ്രോബ്ലം ആയിട്ടും തോന്നുന്നില്ല. വലിയ കുഴപ്പമില്ലാതെ തന്നെ അത് കാണിക്കുന്നുണ്ട്. സൈഡ് സ്റ്റാൻഡിൽ വെച്ചിട്ട് എടുക്കുമ്പോഴുള്ള വലിയ മാറ്റങ്ങളോ അങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങളോ എനിക്ക് തോന്നുന്നില്ല. ഓഫ് കോഴ്സ് ഞാനൊരു കോണ്ടിനെൻ്റൽ GTയിൽ ഒട്ടും ആക്യുറേറ്റ് അല്ലായിരുന്ന ഒരു ഫ്യൂവൽ ഗേജ് കണ്ട് വളർന്ന ഒരാളാണ്. അപ്പോൾ ഇതെനിക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല. ഫോർത്ത് പ്രശ്നം ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ഒരു കൂളൻ്റ് റിസർവോയർ ഈ ഒരു താഴ്ഭാഗത്താണ് വന്നിരിക്കുന്നത്. ഒരു ബാഷ് പ്ലേറ്റ്, ഒരു സ്ട്രോങ് ബാഷ് പ്ലേറ്റ് ഉണ്ട്, മെറ്റൽ ബാഷ് പ്ലേറ്റ് ഉണ്ടെങ്കിൽ പോലും അതൊരു റിസ്ക് എലമെൻ്റ് ആണെന്ന് ഞാൻ പറയുന്നത്. പക്ഷേ ഇതുവരെ എനിക്ക് പ്രശ്നമൊന്നുമില്ല, അതുവരെ കല്ലടിക്കുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഞാനങ്ങനെ ഓഫ് റോഡ് ട്രയൽസ് ഒന്നും കാര്യമായിട്ട് ചെയ്തിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. അത് കൂടാതെ ഇപ്പോൾ എനിക്ക് തോന്നിയ പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ, ഒന്ന് ഇതിൻ്റെ ഒരു ബെൻ പൈപ്പ് കാണാൻ ബ്യൂട്ടിഫുൾ ആണെങ്കിലും ഇപ്പോൾ ഇത്ര പെട്ടെന്ന് തന്നെ ഏകദേശം ഒരു 3500 കിലോമീറ്റേഴ്സൊക്കെയാണ് ഓടിക്കുന്നത്. ഇപ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു നിറവൊക്കെ മാറിയിട്ട് ചെറുതായിട്ട് റസ്റ്റൊക്കെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് കാണാം ഒരു റസ്റ്റിംഗ് ഉണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം നന്നായിട്ട് ചെളി അടിച്ച് കയറുന്നതുകൊണ്ട് തന്നെ നമുക്കിത് ക്ലീൻ ചെയ്യാൻ അത്ര ഈസി ആയിട്ടുള്ള ഒരു ഏരിയ ഒന്നുമല്ല അത്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ ഒരു ആഫ്റ്റർ മാർക്കറ്റ് സംഭവമൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഷോക്ക് അബ്സോർബറിനെയും ഈ ഒരു മോണോ ഷോക്കിനെയൊക്കെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി. കാരണം ഇങ്ങോട്ടൊക്കെ ഒത്തിരി ചെളി അടിച്ച് കയറുന്നുണ്ട്. ഇതിപ്പോൾ ഈ സമ്മറായിട്ട് തന്നെ നിങ്ങൾക്ക് കാണാം അതിൻ്റെ ഒരു അവസ്ഥ. അപ്പോൾ അതുപോലെ തന്നെ ചെയിനും നന്നായിട്ട് വൃത്തികേടാവുന്നുണ്ട്. ചെയിൻ വൃത്തികേടായുള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിയറിങ് നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് വ്യത്യാസം തിരിച്ചറിയാൻ പറ്റും, ഭയങ്കര ടൈറ്റ് ആവുന്നുണ്ട്. അപ്പോൾ അതൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നി. കാരണം ചെയിൻ കറക്റ്റായിട്ട് ലൂബ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ വയ്ക്കേണ്ടി വരും നമുക്ക്. അതൊരു ആക്ച്വലി ഒരു നീഡാണ്, ആവശ്യമുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇത് കുറച്ചുകൂടി നമ്മൾ അതിന് കുറച്ച് ശ്രദ്ധ കൂടുതൽ കൊടുക്കേണ്ടതായിട്ടൊരു ഫീലുണ്ട് എനിക്ക്. ഞാൻ അനുഭവിച്ച ഏറ്റവും വലിയൊരു ത്രെട്ടായിട്ട് എനിക്ക് തോന്നിയ കാര്യം ഇതിൻ്റെ ഒരു ബ്രേക്കിങ്ങിൻ്റെ ഒരു പവറായിരുന്നു. അപ്പോൾ ഞാൻ ടെസ്റ്റ് റൈഡ് ചെയ്തപ്പോൾ എനിക്ക് നല്ല പവറായിട്ടാണ് തോന്നിയത്. ഞാൻ 2 ബ്രേക്ക് കൂടിയിട്ട് ഒരു ഹാർഷ് ബ്രേക്കിംഗ് ചെയ്തപ്പോൾ നന്നായിട്ട് ബൈക്ക് നിൽക്കുന്നുണ്ടായിരുന്നു. എനിക്കിപ്പോൾ ചെറിയതായിട്ടൊന്ന് ബാലൻസ് മാറുന്നുണ്ടോയെന്ന് തോന്നിയിരുന്നു. പക്ഷേ ഇപ്പോൾ എൻ്റെ ഒരു ഫീഡ്ബാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വേരിയൻറ്റ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഒരു BS6 ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫ്രണ്ട് ബ്രേക്കിംഗ് വളരെ മോശമായിരുന്നു. ബാക്ക് ഈസ് ഓക്കെ, നമ്മൾ അത്രയ്ക്കൊക്കെ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു ഓർഗാനിക് ബ്രേക്ക് പാർട്സ് ആയിരുന്നു. 320 mm ഡിസ്ക് ബ്രേക്സ് ഉണ്ട് ഇതിന്, കമ്പയർഡ് ടു 300 mm ഓഫ് സ്പീഡ് 400. പക്ഷേ ഇതിൻ്റെ ബ്രേക്കിംഗ് വൈറ്റ് വളരെ മോശമായിരുന്നു. ഞാൻ ത്രക്സ്റ്റൺ ഓടിച്ചു, ത്രക്സ്റ്റൻ്റെതും വളരെ മോശമാണ്. കാരണം അതെല്ലാം ഓർഗാനിക് ബ്രേക്ക് പാർട്സാണ് ഇവർ കൊടുക്കുന്നത്, ആ ഒരു കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ ഞാനിതിൻ്റെ ബ്രേക്ക് പാർട്സ് ഇപ്പോൾ റീസെൻ്റ്ലി ചേഞ്ച് ചെയ്തിട്ട് ക്രാങ്ക് 1 പെർഫോമൻസിൻ്റെ ഒരു സെറാമിക് ബ്രേക്ക് പാർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെർഫോമൻസ് കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്പീഡ് 400 സിൻറ്റേഡ് ബ്രേക്ക് പാർട്സാണ് വരുന്നത്. പക്ഷേ ഇതിൽ ഞാൻ സിൻറ്റേഡ് ഇടാത്തതിന് റീസൺ കുറച്ചുകൂടി ഒരു ഡൈവ് കൂടുതലുണ്ടാവുമോ എന്നൊക്കെ പേടിച്ചിട്ടാണ്. കാരണം ഇതിന് കുറച്ചൊരു 150 mm ഒരു ട്രാവലൊക്കെ ഉള്ള സസ്പെൻഷനാണ് ഇതിലിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് ഭയങ്കര ബൈറ്റുള്ളൊരു ബ്രേക്ക് നമുക്ക് ആവശ്യമില്ല ഇങ്ങനത്തെ ഒരു ബൈക്കിന് എന്നായിരുന്നു എൻ്റെ ഒരു ഫീല്. എനിവേ ഇപ്പോൾ ബെറ്ററാണ്, എനിക്ക് പിടിച്ചാൽ നിൽക്കുന്നുണ്ട്. ആദ്യം ഒരു ഓർഗാനിക് ബ്രേക്ക് പാർട്സിന് എനിക്ക് തോന്നിക്കൊണ്ടിരുന്നത് ഇത് ശരിക്കും സ്റ്റോപ്പിംഗ് പവറേ ഇല്ല, ഇത് ജസ്റ്റ് നമുക്ക് സ്പീഡ് കുറയ്ക്കാനേ പറ്റുന്നുള്ളൂ എന്നൊരു ഫീലായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രോബ്ലം തന്നെ ഉണ്ടായിരുന്നു. അതിപ്പോൾ എന്തായാലും സോർട്ട് ആയിട്ടുണ്ട്. ഐ ഓക്കെ വിത്ത് ദിസ് ബ്രേക്കിംഗ് പവർ നൗ. അതുപോലെ തന്നെ ആ ഒരു ഓർഗാനിക് ബ്രേക്ക് പാർട്സ് പെട്ടെന്ന് തന്നെ വിയർ ഓഫ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. ഒരു 3000 കിലോമീറ്ററൊക്കെ ആയപ്പോഴത്തേക്ക് അതിൻ്റെ ഏകദേശം പരിപാടി തീർന്നിട്ടുണ്ടായിരുന്നു. ഞാൻ മാക്സിമം സിറ്റി റൈഡാണ് ചെയ്യുന്നത്, അപ്പോൾ ഒരുപാട് ബ്രേക്കിംഗ് ചെയ്യേണ്ടിയും വരാറുണ്ട്. മറ്റൊരു പ്രശ്നം പറയുകയാണെങ്കിൽ, മറ്റ് പല ബൈക്സിൽ ഞാൻ ഹിമാലയൻ്റെ വീഡിയോ ചെയ്തപ്പോൾ അതിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഈ ഫ്ലാഷ് എക്സിൻ്റെ സംഭവമൊക്കെ വയ്ക്കുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ഒരു ഫ്ലാഷറും അതായത് ഹസാർഡ് ലാമ്പും ഇൻഡിക്കേറ്റർ നമ്മൾ ഈസിയായിട്ട് നമുക്ക് മാറ്റാൻ പറ്റുന്നുണ്ട്. ഹസാർഡ് ലാമ്പ് ഓൺ ആക്കിയിട്ട് നമ്മൾ ഇൻഡിക്കേറ്റർ ഇടുവാണെങ്കിൽ ഹസാർഡ് ലാമ്പിൻ്റെ പരിപാടി പോസായിട്ട് ഇൻഡിക്കേറ്റർ ഓൺ ആവുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ബൈക്സിലൊക്കെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഹസാർഡ് ലാമ്പ് ഓൺ ആക്കിയിട്ട് നമുക്ക് ഒരു റൈഡ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് തിരിയേണ്ട ഒരു അവസ്ഥയിൽ നമ്മൾ ഇൻഡിക്കേറ്റർ ഇടുവാണെങ്കിൽ ഹസാർഡ് ലാമ്പ് ഓഫ് ആവില്ല, ഹസാർഡ് ലാമ്പ് തന്നെ മിന്നിക്കൊണ്ടിരിക്കും. ഓഫ് കോഴ്സ് ഓക്കെ, ബാക്കിൽ വരുന്ന വണ്ടിക്കാർക്ക് കാണാൻ പറ്റും, പക്ഷേ നമ്മൾ സൈഡിലേക്ക് തിരിയുകയാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാവില്ല. അപ്പോൾ അതൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നി. അങ്ങനത്തെ ഒരു ആ ഒരു ഇൻ്റർഫറൻസ് ഒന്ന് കറക്റ്റ് ആവേണ്ടതായിരുന്നു. നമ്മൾ ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ ഹസാർഡ് ലാമ്പ് ഒന്ന് പോസായിട്ട് ഇൻഡിക്കേറ്റർ ഒരു സൈഡ് മാത്രം ഓണായിട്ട്
ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്യുമ്പോൾ വീണ്ടും ഹസാർഡ് ലാമ്പിലേക്ക് തിരിച്ചു വരേണ്ട ഒരു സംഭവം വേണ്ടതായിരുന്നു ഈ ഒരു ബൈക്സിലൊക്കെ. അപ്പോൾ അടുത്തൊരു കാര്യമാണ് ഹീറ്റിംഗ്. അപ്പോൾ ഈ ഒരു 400cc സിംഗിൾ സിലിണ്ടർ എഞ്ചിൻസിലൊക്കെ ഉണ്ടാകുന്ന ഒരു കാര്യങ്ങളാണ് ഹീറ്റിംഗ്, വൈബ്രേഷനൊക്കെ ഞാൻ വരാം. അപ്പോൾ അത് ഹീറ്റിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഉള്ള സമ്മറിൽ ഞാൻ സിറ്റിയിലേക്ക് ഓടിക്കുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഹീറ്റ് ആവുന്നുണ്ട്. പെട്ടെന്ന് ഇതിൻ്റെ ഒരു റേഡിയേറ്റർ ഫാൻ ഓൺ ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾ റൈഡ് ചെയ്യുമ്പോൾ കാലിലേക്ക് നന്നായിട്ട്, അതായത് മുട്ടിൻ്റെ താഴേക്കാണ്, പക്ഷേ നന്നായിട്ട് തന്നെ അത്യാവശ്യം നന്നായിട്ട് തന്നെ നമുക്ക് ഹീറ്റിംഗ് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു ചൂടടിക്കുന്നുണ്ട്. അതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല, വി കനോട്ട് ഹെൽപ്പ് ഇറ്റ്. അപ്പോൾ അതുണ്ടാവും എന്തായാലും. പക്ഷേ ഞാൻ മറ്റ് പല ബൈക്സിലും അനുഭവിച്ചതുപോലെ ബൈക്ക് ഇട്ടിട്ട് പോയാലോ എന്നുള്ളൊരു ഫീലൊന്നും തോന്നുന്നില്ല കേട്ടോ. പക്ഷേ ഹീറ്റിംഗ് ഉണ്ട്. വൈബ്രേഷനിലേക്ക് വരുവാണെങ്കിൽ അത്യാവശ്യം ഹയർ RPM കുറച്ച് ഒരു 4th ഗിയറിലൊക്കെ അല്ലെങ്കിൽ 5th ഗിയറിലൊക്കെ നമ്മൾ 60 km to 80 km/h എത്തിക്കഴിയുമ്പോൾ 60-ലൊന്നുമില്ല 80 ഒക്കെ ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് വൈബ്രേഷൻസ് ചെറുതായിട്ട് ഹിറ്റ് ചെയ്യുന്നുണ്ട്. ഫുഡ് പെഗിൽ വൈബ്രേഷൻസ് ഉണ്ട്. അതുപോലെ ഒരു 100 above ഒക്കെ പോകുമ്പോൾ സീറ്റിലും വൈബ്രേഷൻസ് ഉണ്ട്. കുറച്ച് കഴിയുമ്പോൾ അതൊന്ന് ഫേഡ് ആവുന്നുണ്ട്, പിന്നെ ഫീൽ ചെയ്യില്ല നമുക്ക്. അപ്പോൾ ഞാൻ ലോങ് റൈഡ് പോയൊരു സമയത്ത് എനിക്ക് ആദ്യം ഫീൽ ചെയ്തത് ഞാൻ ആദ്യത്തെ എൻ്റെ ഒരു കംഫർട്ടബിൾ സ്പീഡ് എന്ന് പറയുന്നത് 90 km/h ആയിരുന്നു. അപ്പോൾ ആ ഒരു എക്സോസ്റ്റ് നോട്ട് കുറച്ച് നമുക്കൊരു ഇതൊന്ന് സ്ട്രെസ് ചെയ്യുന്നുണ്ടെന്നുള്ള ഫീൽ ഉണ്ടായിരുന്നു. പക്ഷേ അത് ലോങ് റൈഡ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഹൈവേയിൽ തന്നെ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വീണ്ടും ഈസി ആയിട്ട് മനസ്സിലാവുന്നുണ്ട്. അതായത് ഹയർ സ്പീഡ്സ് ഈസി ആയിട്ട് ഈ ഒരു ബൈക്ക് ടാക്കിൾ ചെയ്യുന്നുണ്ട്. പ്രശ്നങ്ങളൊന്നും കൂടാതെ ഞാൻ ഒരു 140 above ഒക്കെ ഓടിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്പീഡിലും സൂപ്പർ സ്റ്റേബിളായിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റുന്നുണ്ട്. പ്രശ്നങ്ങളൊന്നുമില്ല. ബ്രേക്കിംഗ് ചെയ്യുമ്പോൾ ബ്രേക്കിങ്ങിൻ്റെ ബൈറ്റ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ ബ്രേക്കിംഗ് ചെയ്യുമ്പോഴും ഹാർഷ് ബ്രേക്കിംഗ് ചെയ്യുമ്പോഴും നല്ല സ്റ്റേബിളായിട്ട് തന്നെ ഈ ഒരു ബൈക്ക് നിൽക്കുന്നുണ്ട്. നമ്മുടെ കയ്യിൽ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റുന്നുണ്ട്. അപ്പോൾ ടോക്കിംഗ് അബൌട്ട് സ്റ്റെബിലിറ്റി ആൻഡ് ഹാൻഡ്ലിങ്, ഇത് നല്ല നൈസായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈസിലി മനോവർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഹയർ സ്റ്റാൻഡ്സും ഈ ഒരു വൈഡ് ഹാൻഡിൽ ബാർസൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് മനോവർ ചെയ്യാൻ. പക്ഷേ സിറ്റിയിൽ ഫിൽറ്ററിങ് അത്ര ഈസി അല്ല. കാരണം വൈഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടി നമ്മൾ സ്പേസ് ഒക്യുപ്പൈ ചെയ്യും, കുറച്ചുകൂടി ഒരു വിഡ്ത്ത് ഒക്യുപ്പൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സിറ്റിയിൽ കാർസിൻ്റെ ഇടയിൽ കൂടെ ഫിൽറ്റർ ചെയ്യൽ അത്ര ഈസി അല്ല. നമുക്ക് വെട്ടിച്ചൊക്കെ മാറ്റാൻ പറ്റും, പക്ഷേ ഫിൽറ്റർ ചെയ്യൽ അത്ര ഈസി ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു കാര്യം എനിക്ക് തോന്നിയിരിക്കുന്നത് വെച്ചാൽ ഇതിൻ്റെ അത്യാവശ്യം ഒരു ബൈക്കിൻ്റെ ഒരു ഭാഗത്തിന് ഹൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം നോർമൽ ഒരു സെഡാൻസിൻ്റെയോ ഹാച്ച് ബാക്സിൻ്റെയൊക്കെ മിററിൽ നമ്മൾ തട്ടാതെ അതിൻ്റെ മുകളിൽ കൂടെ തന്നെ ഈ ഒരു സംഭവം പാസ് ചെയ്ത് പോകും. പക്ഷെ നമ്മൾ ഒരു SUV ഒക്കെയാണ് നിൽക്കുന്നതെങ്കിൽ ഈ ഒരു സാധനം കൃത്യം പോയിട്ട് അതിൻ്റെ മിററിനായിട്ട് ഉരയ്ക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്നും നോക്കേണ്ടി വരും. നമ്മൾ കാർ ഏതാണെന്ന് നമ്മൾ ഫിൽറ്റർ ചെയ്യുന്നതിനനുസരിച്ചിട്ട് ആ ഒരു ഡിസിഷൻ നമുക്ക് എടുക്കേണ്ടി വരും. അതുപോലെ ഈ മിറേഴ്സിൻ്റെ കാര്യത്തിൽ എനിക്ക് വളരെ ഒരു പ്രശ്നമുണ്ട്. കാരണം ഇത് എനിക്ക് വളരെ ആവറേജ് ആയിട്ടാണ് തോന്നുന്നത് ഇതിൻ്റെ ഒരു വിസിബിലിറ്റി കേട്ടോ. ഇപ്പോൾ അത്യാവശ്യം ബാക്കിലുള്ള സൈഡിലുള്ള വാഹനങ്ങളൊന്നും അങ്ങനെ പലതും കാണാൻ പോലും പറ്റുന്നില്ല. അങ്ങനെ ഒരു വിസിബിലിറ്റി കുറവായിട്ടുള്ള സംഭവമായിട്ട് എനിക്ക് തോന്നി. സ്റ്റേഡിയാണ്, പ്രശ്നങ്ങളൊന്നുമില്ല, വൈബ്രേഷൻ സംഭവങ്ങളൊന്നും അതിലൊന്നും വരുന്നൊന്നുമില്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. പക്ഷേ കുറച്ചുകൂടി ഒരു വിസിബിലിറ്റി ഉള്ള മിറർ വേണമായിരുന്നു എന്നുള്ളൊരു ഫീല് എനിക്കുണ്ട് ഈ ഒരു ബൈക്കിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ എനിക്ക് ഈ ഒരു ബൈക്കിൽ തോന്നിയേക്കുന്ന കുറ്റങ്ങളും കുറവുകളും ഒക്കെ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ ഹാപ്പിയാണ് ഈ ഒരു ബൈക്ക് ചൂസ് ചെയ്തതിൽ. നല്ലൊരു ഫീലൊക്കെ ഉണ്ട് നമുക്ക് ഈ ഒരു ബൈക്ക് ഓടിച്ച് നടക്കുമ്പോൾ. അറ്റൻഷൻ കിട്ടുന്നുണ്ട് ആളുകളുടെ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. കാരണം ഒരു ഹൈറ്റ് ഉണ്ട്. നമ്മൾ ട്രാഫിക്കിൽ പോയി നിൽക്കുമ്പോഴാണെങ്കിലും നമ്മൾ മറ്റുള്ളവരൊക്കെ കുറച്ച് ഉയരത്തിൽ നിൽക്കുന്നൊരു ഫീലുണ്ട്. അപ്പോൾ അതിൻ്റെ സീറ്റ് ഹൈറ്റും കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു നമ്മുടെ സ്ക്രാംബ്ലർ 400Xൻ്റെ ഞാൻ കണ്ടുപിടിച്ച കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഈ ഒരു 6 മാസത്തെ കാലയളവിൽ. ഈ ഒരു ബൈക്ക്, ഈ ഒരു സൂപ്പർ ബൈക്കിൻ്റെ നല്ല വശങ്ങൾ, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് കാര്യങ്ങളും മറ്റു വിശേഷങ്ങളും എല്ലാം ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. ഇനിയും ഇതുപോലുള്ള മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. റൈഡ് സേഫ്, ഹെയിൽ ബൈക്കേഴ്സ്, ബൈ.